നമസ്കാരം. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വെറുതെ പൈസ കളയുന്നതിന് പകരം ആദ്യ വീഡിയോ ഒന്ന് കണ്ടിച്ചു പോയിക്കോ. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറെ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്, കുറെ പൈസ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ. ഞാൻ ആദ്യം കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്താണ്, അതായത് 2019. ഈ 2019 ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. ഒരു നല്ല ഫോൺ ഇല്ലായിരുന്നു, നല്ല ട്രൈപോഡ് ഇല്ലായിരുന്നു, നല്ല ലൈറ്റ് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ആകെ ഞാനും എൻ്റെ ആ ഒരു ആൻഡ്രോയിഡ് ഫോണും, അത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ആ സമയത്ത് ആരുടെ കയ്യിലും ഐഫോൺ ഇല്ല. എല്ലാവർക്കും ഇങ്ങനെ ഐഫോൺ വേണം അങ്ങനത്തെ ഒരു മൈൻഡ് ആർക്കും ഇല്ല. ഇന്ന് വരുമ്പോൾ ആണ് എല്ലാവരുടെ കയ്യിലും ഐഫോൺ. എന്തിന് ഈ ബംഗാളിൻ്റെ അടുത്ത് പോലും ഈ ഐഫോൺ ഇല്ലൊരു അവസ്ഥയിലേക്കായി മാറി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഐഫോൺ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പഠിച്ചൊരു സാധനമാണ് കേട്ടോ. ഞാൻ ടിക്ടോക്കിൽ ഉണ്ടായ സമയത്ത് ഞാൻ ആദ്യം ഉപയോഗിച്ച ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു വിവോന്റെ ഫോണാണ്. ഈ വിവോന്റെ ഫോണിൽ ഇപ്പോഴും വലിയ ക്ലാരിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ടിക്ടോക്ക് കഴിഞ്ഞ് ടിക്ടോക്ക് ബാൻ ആയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് റീൽസിന്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടെ പോയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിന്റെ ഓപ്ഷൻ വന്നത്. അപ്പോൾ ഒന്നും ഞാൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2025 ഒരു പകുതി, ഒരു ജൂൺ മാസത്തിലല്ലാന്ന് ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. തുടങ്ങി ഗ്രോ ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് ഒരു ഐഫോൺ വാങ്ങി. അങ്ങനെയാണ് ഈ ജേർണി ഉണ്ടായത്. ആൻഡ്രോയിഡ് ഫോണുള്ള ആൾക്കാർ ഒരു തരത്തിലും വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ ഐഫോൺ വാങ്ങിയത്. അതിന് മുമ്പ് മൊത്തം ഞാൻ എൻ്റെ കോണ്ടന്റ് ഷൂട്ട് ചെയ്തത് ഈ വിവോയിലാണ്. അന്ന് ഞാൻ ചെയ്ത ആദ്യ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ നമുക്കൊരു സാധനം ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വേണം, ആ സാധനം വേണം, ഈ സാധനം വേണം, അങ്ങനെയൊന്നുമില്ല. അതെല്ലാം വെറും തെറ്റായ ചിന്താഗതി മാത്രമാണ്. അല്ല, അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെന്ത് തേങ്ങയാണ് വേണ്ടത് എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം. കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റപ്പ് വേണം. സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് അട്ടിക്ക് വെച്ചാൽ പോലും നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മളെ മനസ്സിലൊരു ആഗ്രഹം മതി, ഒരു ത്വര മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനം മൈൻഡിൽ, ഒരു സ്പാർക്ക് മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാണെങ്കിൽ എവറസ്റ്റ് വരെ കയറി ഇറങ്ങാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് പ്രൊഡക്ട്സ് എന്നെ സേവ് ചെയ്ത, ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത ടൈമിലും ഇപ്പം ഐഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും എന്നെ സേവ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 2019 ആദ്യമായിട്ട് ഞാൻ വീട്ടുകാരെ പൈസക്ക് വാങ്ങിയ റിംഗ് ലൈറ്റ്. ഈ റിംഗ് ലൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ട്രൈപോഡും അതേപോലെ ലൈറ്റും ഉണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരണമെങ്കിൽ വല്ലാത്തൊരു പരിതാപകര അവസ്ഥയിലാണ്. കാരണം ഈ ഒരു സാധനം എൻ്റെ അനിയൻ പൊട്ടിച്ചിന്, താഴെ വീണ് തവിട്ട് പൊടിയാക്കിയിട്ട് ചവിട്ടി പൊട്ടിച്ചൊരവസ്ഥയിൽ വരെ ഇതാക്കിയാണ്. ശരിക്കും ഭയങ്കര ബെസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടറാണ്, നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ഒരു യൂസറാണ്, നിങ്ങളെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോണാണ്, നോട്ട് ദി പോയിന്റ്. നിങ്ങളെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെസ്റ്റാണ്. കാരണം നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൺ, ഐഫോണിൽ പിന്നെ നമുക്ക് ലൈറ്റിങ് എങ്ങനെയെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല ലൈറ്റ് ഉണ്ടാകുമ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി കൂടും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ അതിരുന്ന് കാണും. ഈ നമുക്ക് ഓൺ എന്നുള്ള ഓപ്ഷൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറക്കാനും പറ്റും. അതേപോലെ തന്നെ നടുക്ക് സ്വാപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൽ 3 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ലൈറ്റ് ആണുള്ളത്. ഒന്ന് നമുക്ക് വാം ലൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ട്, അതുപോലെ മീഡിയം ലെവലിൽ വരുന്ന ലൈറ്റും ഉണ്ട്. ഈ 3 ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയെന്നില്ല പകലെന്നില്ല ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്റ്റാൻഡ് അത്യാവശ്യം വലുതാണ്, നല്ലോണം ലെങ്ത് ഉള്ള ഒരു സ്റ്റാൻഡും കൂടിയാണ് ഇത്. അത്യാവശ്യം ഈ ഒരു ലെങ്ത് കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡബിൾ ആണ് കേട്ടോ. അതാ ഇത്രയും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വരെയാണ് ഏകദേശം ഇതിന്റെ ലെങ്ത്. ഈ ഒരു റിംഗ് ലൈറ്റ് ഇതിൽ നമുക്ക് സിംപ്ലി അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. അത് മാത്രമല്ല ലൈറ്റ് വേണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതൊരു ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇങ്ങനെ യൂട്യൂബിലും ഷൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ട്രൈപോഡ് ഇൻബിൽട്ട് ആണ്. ഇപ്പം ആൻഡ്രോയിഡ് യൂസേഴ്സ് ഈ ഒരു സാധനം എന്തായാലും വാങ്ങിക്കോളി. കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എത്രയോ വർഷങ്ങളായിട്ട് ഇത് നിൽക്കും. മാത്രമല്ല ഈ ട്രൈപോഡ് ഏകദേശം 2019 ഞാൻ വാങ്ങിയത്. 2019 വാങ്ങി, ഇത് പൊട്ടിയത് 2025. പൊട്ടിയതല്ല, പൊട്ടിച്ചതാണ്. അപ്പോൾ 2025 ഇത് പൊട്ടിച്ചത്. ഇനി നിങ്ങളൊരു ഐഫോൺ യൂസറാണ്, നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രൈപോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങാം. ഇത് ഡിജിടെക്കിന്റെ ട്രൈപോഡാണ് കേട്ടോ. ബെസ്റ്റ് സാധനമാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആണ്. പക്ഷേ ഇതും പൊട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ റിംഗ് ലൈറ്റ് വാങ്ങിയതിന് ശേഷം ഞാനൊരു ഡിഗ്രിയിലേക്ക് കയറിയ ടൈമിലാണ് എനിക്ക് ഈ ട്രൈപോഡ് ഗിഫ്റ്റ് അയച്ച് കിട്ടുന്നത്. അതൊരു ആപ്പ് ത്രൂ ആണ്, ഒരു കുഞ്ഞു വീഡിയോസ് ചെയ്യുന്ന ഒരു ആപ്പ് ത്രൂ ആണ് എനിക്ക് ഈ ഒരു ട്രൈപോഡ് ഗിഫ്റ്റ് കിട്ടുന്നത്. പക്ഷെ ഇത് പൊട്ടിപ്പോകാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് കുറേ നാൾ യൂസ് ചെയ്യാണ്ട് ആടിയിടെല്ലാം വലിച്ച് വെച്ച്
പെട്ടെന്ന് ബാഗിൻ്റെ ഉള്ളെല്ലാം വെച്ച് ഭയങ്കര ഒരു മോശം രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഈ ട്രൈപോഡ് പൊട്ടിപ്പോയത്. ഇതിനിപ്പോൾ ഹൈറ്റും കാണിച്ചു തരാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതും റിംഗ് ലൈറ്റിന്റെ സെയിം ഹൈറ്റ്, റിംഗ് ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ഹൈറ്റ് ലെവലിലേക്ക് ഈ ഒരു ട്രൈപോഡ് ഉണ്ടാവും കേട്ടോ. നമുക്കിത് നല്ല രീതിയിൽ നമുക്കിവിടെ ഒരു ഹാൻഡിൽ ഇങ്ങനെ വരും. ഈ ഹാൻഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് സൺസെറ്റ് ലാമ്പ്. ഈ ഒരു സാധനം ഒരു ക്രിയേറ്ററിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരു സൺസെറ്റ് ലാമ്പിന്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം നിങ്ങളൊരു പാട്ട് പാടുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ രാത്രിയോ നിങ്ങൾക്ക് ഇതൊരു നല്ല വൈറ്റ് കേർട്ടൻ എല്ലാം വെച്ച് അതിൻ്റെ ബാക്കിലെല്ലാം വെച്ച് ഒരു നല്ലൊരു സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. നല്ല വീഡിയോ ക്വാളിറ്റി കിട്ടും. ഈ പറഞ്ഞ സാധനത്തിൽ വീഡിയോ ക്വാളിറ്റി മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഫോട്ടോസ് എടുക്കണം, എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് എടുക്കാനും ഇത് അടിപൊളിയാണ്. അതുപോലെ ഇതിൽ കുറേ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ, പച്ച വേണമെങ്കിൽ പച്ച, ഏത് കളർ ലൈറ്റ് വേണമെങ്കിലും ഈ ഒരു സാധനത്തിലുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു എസ്തെറ്റിക് ടൈപ്പ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എസ്തെറ്റിക്സ് പിടിച്ചിട്ട് കുറേ കോണ്ടന്റ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം അടിപൊളി. പിന്നെ ഞാൻ ബിൽഡ് ചെയ്ത് ആൻഡ്രോയിഡ് എന്നുള്ളൊരു ആ വിവോ ഫോണിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് ഐഫോൺ വരുന്നത് iPhone 13. ആ iPhone 13 ആണ് എൻ്റെ ഫസ്റ്റ് ഐഫോൺ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ കംപ്ലീറ്റ് എമൗണ്ട് ഞാനിട്ട് വാങ്ങിയ ഐഫോൺ അല്ല. പിന്നെ പോകെ എനിക്കിതൊരു ലൈക്ക് എന്താ പറയുക, ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെ തലക്ക് പിടിക്കാന്നെല്ലാം പറയില്ലേ, അങ്ങനെ തലക്ക് പിടിച്ചാണ് ഞാനിപ്പം എൻ്റെ iPhone 17 Pro ഞാൻ എടുത്തത്. ഞാൻ അതിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് പറഞ്ഞു, ട്രൈപോഡ് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സൗണ്ട്. ഒരു വീഡിയോയിൽ തീരെ സൗണ്ട് ഇല്ലാണ്ട്, അതായത് നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവില്ല. നമുക്ക് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് വേണം. ആ സൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ പൈസൻ്റെ ബട്ടൺ മൈക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പോഴേ പോയി വാങ്ങണം എന്നൊന്നും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ഞാൻ ഇപ്പാണ് ഇങ്ങനെ ഒരു ബട്ടൺ മൈക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഹോളി ലാൻഡ്സിന്റെ ബട്ടൺ മൈക്കാണ്. നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് റെക്കോർഡ് ആവട്ടെ, എന്നിട്ടത് VN-ലോ CapCut-ലോ InShot-ലോ പോയിട്ട് അതിന്റെ നോയ്സ് അങ്ങ് കുറച്ചാൽ നല്ല പക്ക ക്വാളിറ്റി ഉള്ള ഓഡിയോ കിട്ടും. ഈ ഹോളി ലാൻഡ്സിന്റെ ബട്ടൺ മൈക്ക് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഈ ആൻഡ്രോയിഡ് യൂസേഴ്സിനും അതേപോലെ ഐഫോൺ യൂസേഴ്സിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബട്ടൺ മൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബട്ടൺ മൈക്കിൽ ആൻഡ്രോയിഡിനും ഐഫോണിനും ഉള്ള പിന്ന് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ഒരു പിന്നവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അടുത്തൊരു പിന്നാണ് ഇതാ ഈ ഒരു പിൻ. പിന്നെ ഇത് നമ്മളെ മെയിൻ സാധനം നമ്മളെ ബട്ടൺ മൈക്ക്. ഇതിൽ ഒരു മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടാണുള്ളത്. അടുത്ത മൈക്ക് ഇതാ ഇങ്ങനെയാണ് വരിക. ഇത് അടിപൊളി ക്ലാരിറ്റിയാണ്. ഇത് നമുക്ക് ക്യാമറക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. ഇത് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൈക്ക്. ഒരു മൈക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഇവിടെ നമുക്ക് ഗ്രീൻ ലൈറ്റ്സ് കത്തിക്കഴിഞ്ഞാൽ നോയിസ് ക്യാൻസലേഷൻ, ബ്ലൂ ലൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഉലാൻസിന്റെ ട്രൈപോഡാണ്. ഈ ഒരു ട്രൈപോഡ് ഇങ്ങനെയാണ് വരിക. ഇത് കണ്ടോ, ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിനേക്കാളും ലെങ്ത് ഉണ്ട് ഈ ഒരു ട്രൈപോഡിന്. അത്യാവശ്യം നല്ലോണം ലെങ്ത് ഉണ്ട് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാണെങ്കിൽ ഇതാ ഈ ഒരു മിററിനേക്കാൾ ഇങ്ങനെ നിൽക്കുന്ന ലെങ്ത് ഉണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി പോകട്ടോ. ഇതിൽ നമുക്കിതാ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഓട്ടോ ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് ഇതിന് പറയാം. ഇവിടെ ഒരു ജിംബൽ ക്യാമറ ഉണ്ട്. ഇത് ബ്ലൂടൂത്ത് റിസീവറാണ്. ഒരു ബ്ലൂടൂത്ത് വഴി നമുക്കിങ്ങനെ പ്രസ് ചെയ്യാം. ഇതിൽ ഈ ഒരു സാധനം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തതാണ്. ഇത് ബ്ലൂടൂത്ത് ആണ്, ബ്ലൂടൂത്ത് കണക്ടറാണ്. നമുക്കിതിൽ വെച്ചിട്ട് ദൂരെ നിന്ന് ഫോട്ടോസ് എടുക്കാം, അതുപോലെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിലും 2-in-1 യൂസ് ആണെന്നുള്ളത്. അതായത് നമുക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം, യൂട്യൂബ് ഷൂട്ട് ചെയ്യാം. ഇത് ഓട്ടോ ട്രാക്കിംഗ് ആണ്. ഇവിടെ ക്യാമറയിൽ നമ്മളിങ്ങനെ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈക്ക് നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് കണക്കായിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു അടിപൊളി ട്രൈപോഡാണ്. നല്ലൊരു ട്രൈപോഡ് നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ട്രൈപോഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉലാൻസിൻ്റെ തന്നെ വാങ്ങാം. കാരണം നമ്മൾ വാങ്ങുമ്പം നമുക്കിപ്പം ഒരു സിംഗിളായിട്ട് ഒരു ഓൾ ടൈം ട്രൈപോഡ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കാന്ന് നിങ്ങൾക്കിപ്പോൾ നല്ലോണം വ്ളോഗിങ് ചെയ്യണം, പുറത്തെല്ലാം പോയിട്ട് ഒരാൾ സഹായം ഇല്ലാണ്ട്, ഒരു മനുഷ്യൻ്റെ സഹായം പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് വ്ളോഗിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ട്രൈപോഡ് വാങ്ങിയാൽ മതി. എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. കാരണം ഇതിലെന്താ ഓട്ടോ ട്രാക്കിംഗ് ഉണ്ട്. നിങ്ങൾ ക്യാമറ എവിടെ വെച്ച് പോയാലും നിങ്ങൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങളെ ബോഡി എങ്ങോട്ടെല്ലാം മൂവ് ചെയ്യുന്നോ ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ട്രൈപോഡും നിങ്ങൾക്ക് ഒപ്പം മൂവ് ചെയ്യും. ഇപ്പോൾ ഇത് കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ
അതാണ് ഉലാൻസിന്റെ ട്രൈപോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 100-ൽ 101 കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത്ര കൊടുക്കും. ഇനി നിങ്ങൾക്ക് വലിയ ട്രൈപോഡ്സ് വേണ്ട, നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രൈപോഡാണ് വേണ്ടത്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ പിടിച്ച് വ്ളോഗ് ചെയ്യണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിന്റെ മേലെ വെച്ചിട്ട് വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്താൽ മതി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് നല്ലോണം ചീപ്പായിട്ടുള്ള ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വേണം. ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കുഞ്ഞു ബാഗിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇട്ടിച്ച് പോകാൻ വേണ്ടി പറ്റും. ലൈറ്റ് അഡ്ജസ്റ്റഡ് ആണ്, ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ആണ് കേട്ടോ. ഇതിൽ ലൈറ്റ് നമുക്കിങ്ങനെ ഇൻറ്റൻസിറ്റി ഫസ്റ്റ് ഇൻറ്റൻസിറ്റി ആണത്, രണ്ടാമത് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും, മൂന്നാമത് അതിപ്പം നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ഈ ഒരു ട്രൈപോഡ് അടിപൊളിയാണ്, ഞാൻ കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രൈപോഡാണ്. ഇതിലും 2-in-1 യൂസ് ആണ്. നിങ്ങൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് വ്ളോഗും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സാധനം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇതും ബ്ലൂടൂത്ത് ആണ്. ആക്ച്വലി ഈ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് വ്ളോഗ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു ലെങ്ത്തിൽ, ഇത്രയും ലെങ്ത് നമുക്കിതിൽ വരും. നമുക്കിതിൽ ടേബിളിൻ്റെ എല്ലാം മേലെ വെച്ചിട്ടും നമുക്കിത് അല്ലാണ്ടെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡാണ് വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് യൂസ്. നിങ്ങളിപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സാധനം കിട്ടിയിട്ട് തുടങ്ങുന്നൊന്നും വിചാരിച്ച് നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താണോ കൈമിലുള്ളത് ആ കയ്യിലുള്ള സാധനം വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സ്ലോലി നിങ്ങളെ സ്വന്തം പൈസയൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് ശരിക്കും മോസ്റ്റ്ലി എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിച്ച പ്രൊഡക്ട്സ് എല്ലാം എൻ്റെ ഗ്രോത്തിന് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ നാളെ നീളെന്നാണ്. ആ നാളെ ഒരിക്കലും ചിലപ്പോൾ വരൂല. അതുകൊണ്ട് ഈ പ്രൊഡക്ട്സ് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ടാഗ് ചെയ്ത് കൊടുക്കുക. ഷടപടേന്ന് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്ത് തുടങ്ങിക്കോ. ഞാൻ കാണിച്ച പ്രൊഡക്ട്സും അതുപോലെ നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാ